ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഷീബ മേരി അന്നാസ് ഹോം ഗാർഡൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായല്ലേ നമ്മൾ ബിഗോണിയയുടെ വീഡിയോകൾ ചെയ്തിട്ട്. ബിഗോണിയയുടെ എന്നല്ല, ഏകദേശം വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. കുറേ ശാരീരിക പ്രശ്നങ്ങളായിരുന്നു, ഓരോരോ രോഗങ്ങൾ കാരണം ഒത്തിരി ബുദ്ധിമുട്ടിലായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനോ ചെടികൾ അയക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലോട്ടായിപ്പോയി. അപ്പോൾ അതെല്ലാം തരണം ചെയ്തിട്ട് നമ്മുടെ മഴയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല തണുപ്പ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ബിഗോണിയ ചെടികളുടെ സീസണാണ് ഇനി വരുന്നത്. അപ്പം ഞാൻ കരുതി ബിഗോണിയയുടെ വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഞാൻ റെക്സ് ബിഗോണിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ റെക്സ് ബിഗോണിയ നമുക്ക് പ്രൊപ്പഗേഷന് വളരെ ഈസിയാണ്. അതിൻ്റെ ഇലകൾ കുത്തിവെച്ച് തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു 200ഓളം വെറൈറ്റിയുടെ തൈകൾ നമുക്കിപ്പോൾ ഓൾറെഡി കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും പുതിയ വെറൈറ്റികൾ തൊട്ട് കുറച്ച് മുന്നേ ഉള്ള വെറൈറ്റികൾ വരെ 200ഓളം വെറൈറ്റികളുടെ തൈ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതിൽ തന്നെ നോർമൽ ടൈപ്പ് ഉണ്ട്, 1 സൈഡ് ട്വിസ്റ്റഡ് ഉണ്ട്, 2 സൈഡ് ട്വിസ്റ്റഡ് ഉണ്ട്, ഫ്ലവർ പോലെ ലീഫ് വരുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ബിഗോണിയയുടെ ഒരു മായാലോകം തന്നെ. ഒത്തിരി തൈകൾ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കുറച്ച് മഴയിൽ ഒഴുകി വരുന്ന ചരലി ചേർന്ന മണ്ണും കുറച്ച് കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും പൊടിമടലും എല്ലാം കൂടി ചേർത്ത് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലയിൽ നിന്നും താഴോട്ട് 1 ഇഞ്ച് തണ്ടും കൂടി വേണം. അപ്പോൾ ആ 1 ഇഞ്ച് തണ്ടും കൂടി ചേർത്ത് നമ്മൾ ഇല കുത്തി വെച്ച് കഴിഞ്ഞാൽ 1 മാസം ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി കിട്ടും. നമ്മളൊരു 10 ഇലയൊക്കെ കുത്തി വയ്ക്കുമ്പോഴായിരിക്കും ചിലപ്പം നമുക്ക് ഒരു 2-3 ഇലയൊക്കെ പിടിച്ച് കിട്ടുന്നത്. ചിലപ്പം ചിലരുടെ കൈയുടെ പൊരുത്തവും ചില കാലാവസ്ഥകളും ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ 10-ൽ 9 നമുക്ക് കിളിർത്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പം നമുക്ക് ബിഗോണിയ ചെടികൾ സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത്. അതിൽ തന്നെ മെറി ക്രിസ്മസ്, ഫയർ വർക്ക്സ്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി തൈകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് മുന്നേ നമ്മളെ നിന്ന് മേടിച്ചിരുന്ന ഒത്തിരി പേര് പുതിയ വെറൈറ്റികൾ ഉണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങിയായിരുന്നു. തണുപ്പ് സീസണായപ്പം ചോദിച്ചു തുടങ്ങിയായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ബിഗോണിയ ചെടികളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പോട്ട് ചെയ്യുമ്പം ചെറിയ ചെടിയാണെങ്കിൽ ചെറിയ പോട്ടിൽ ചെയ്യുക. 6 മാസത്തിന് ശേഷം അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് 6 മാസമൊക്കെ ആകുമ്പോൾ തൊട്ട് അടുത്ത സ്റ്റെപ്പിലോട്ടുള്ള പോട്ടിലോട്ട് മാറ്റി നടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെറിയ ചെടികൾ ഒരിക്കലും വലിയ ചെറുചട്ടിയിലോട്ട് മാറ്റി നടരുത്. അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാവൽ ചേർന്ന മണൽ, ഒരു ശകലം ചകിരിച്ചോറ്, ഒരു നുള്ളോളം ചാണകപ്പൊടി, അതേപോലെ തന്നെ സാഫും കൂടി മിക്സ് ചെയ്ത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണിലാണ് നമ്മളുടെ തൈകൾ നട്ടു കൊടുക്കേണ്ടത്. തൈകൾ നട്ടുകൊടുത്ത് ദിവസവും രാവിലെയും വൈകിട്ടും സ്പ്രേയർ ഉപയോഗിച്ച് കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചുവട്ടിലും നനവ് വേണം നന്നായിട്ട്. അപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ആദ്യം നമ്മൾ നട്ടു വയ്ക്കേണ്ടത് തണലത്താണ്. പിന്നെ കുറേശ്ശെ ഷെയ്ഡിൽ നിന്നും മാറ്റി കുറച്ച് വെയിൽ കൊള്ളുന്ന രീതിയിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴാണ് നമ്മളുടെ ചെടികളിലേക്ക് നല്ല കളറ് വരുന്നത്. ചിലത് നല്ല പിങ്കിഷ് കളറാവും, ചിലത് റെഡാവും. ഗ്രീനിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പീക്കോ ഗ്രീനുണ്ട്, ഡാർക്ക് ഗ്രീനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ പച്ച, അങ്ങനെ വരുന്ന ഒരുപാട് വെറൈറ്റികളുടെ ഒരു മായിക ലോകമാണ് റെക്സ് ബിഗോണിയ എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും റെക്സ് ബിഗോണിയ ഇഷ്ടപ്പെടാൻ കാരണം നമുക്ക് പ്രൊപ്പഗേഷൻ ഈസിയാണ്. നമ്മൾ മേടിക്കുന്ന ചെടിയിൽ ഒരു 4 ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും 1 ഇല കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് നല്ല മൂപ്പത്തിയ ഇലയായിരിക്കണം. എന്നാൽ ഓവറായിട്ട് പഴുത്തു പോവുകയും ചെയ്യരുത്. മൂപ്പത്തിയ ഇലയാണെങ്കിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ബിഗോണിയ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേണ്ടിയവരെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് വീക്ക് ഈ ആഴ്ച എടുക്കുന്ന ഓർഡറുകൾ അടുത്ത ആഴ്ചയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഈ ഒരാഴ്ച കംപ്ലീറ്റ് നമ്മൾ ഓർഡർ എടുക്കുന്നതായിരിക്കും. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ബിഗോണിയ വളർത്തി തുടങ്ങുന്ന തുടക്കക്കാർക്ക് തൊട്ട് കളക്ഷൻ ശേഖരിക്കുന്നത് വരെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ ഐറ്റം വരെ നമ്മുടെ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് നമുക്ക് ചില ചെടികൾ കണ്ടാൽ തോന്നും ശരിക്കും ഇവർ ടിൻസാണെന്ന് തോന്നും. പക്ഷേ വ്യത്യാസം നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അതുപോലെ ചില ചെടികൾ കണ്ടാൽ തോന്നും അനിയത്തി ചേട്ടത്തിമാരാണെന്ന്. അപ്പോൾ അതേപോലെ നേരിയ വ്യത്യാസങ്ങളുള്ള ഒരുപാട് വെറൈറ്റി നമുക്ക് ബിഗോണിയകളിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.